പുതിയൊരു ശക്തി ഉണരാ കൃപ നീ ചൊരിയണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ. പുതിയൊരു ശക്തി ഉണരാ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. നിറഞ്ഞു കവിയണമേ. കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. നിറഞ്ഞു കവിയണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ 1 തിമോത്തി 4:7 വചനമുണ്ട്. അതായത് ദൈവഭക്തിയിൽ പരിശീലനം നേടുക. ഈ ശാരീരികമായ സംയമനത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇതൊരു പരിശീലനമാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ശാരീരികമായ സംയമനം പാലിച്ചുകൊണ്ട് അതെന്താണ്, പ്രാർത്ഥനയുടെ ആവശ്യത്തിന് വേണ്ടിയാണ്. പ്രാർത്ഥനയുടെ ആവശ്യത്തിന് നമ്മൾ നേരത്തെ കണ്ടത്, പ്രാർത്ഥന ആവശ്യത്തിന് വേണ്ടി ഇതുപോലെ ദൈവശക്തിയിൽ പരിശീലനം നേടണം. അത് ശാരീരികമായ സംയമനം ഉപയോഗിച്ചുകൊണ്ട്. അതിന് താഴെ ഒരു വചനമുണ്ട് 4:8. എന്താണ്? ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട്. 1 തിമോത്തി 4:8. അപ്പം ക്രിസ്തീയ ആധ്യാത്മികതയിലെ ഇതുപോലെ യോഗ പോലെയുള്ള ശാരീരിക പരിശീലനങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ല. അത് വളരെ കൃത്യമായിട്ട് ഇങ്ങനെ ചില ആൾക്കാർ, നമ്മുടെ അച്ഛന്മാർ തന്നെ ചില ആൾക്കാർ നമ്മുടെ ആധ്യാത്മികതയുടെ ഭാഗമായിട്ട് വ്യാഖ്യാനിക്കും. ഒരു ബന്ധമില്ല. ബന്ധം ഉണ്ടാക്കുന്നത് അതിൻ്റെ തൊഴിലാളികളാണ്. അത് പ്രചരിപ്പിക്കണമെന്ന് നടത്തിക്കൊണ്ട് പോകുന്ന ആൾക്കാരൊക്കെയാണ് ഇങ്ങനെ ക്രിസ്തീയ ആധ്യാത്മികമായിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളെ യോജിപ്പിക്കാൻ വേണ്ടി കുറച്ച് അത്യുത്സാഹം കാണിക്കുന്നത്. അതായത് എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച്, അത് ഏകാഗ്രത പോലെയുള്ള കുറച്ച് പ്രയോജനമുണ്ട്. എന്നാൽ ആധ്യാത്മികത എല്ലാത്തിലും വിലയുള്ളതാണ്. നമ്മുടെ ആധ്യാത്മികത എന്ന് പറയണത് എന്തിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്? അത് ഈ ജീവിതത്തിലും വരാനിരിക്കുന്ന ജീവിതത്തെയും സംബന്ധിക്കുന്ന വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. നിത്യതയെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ആധ്യാത്മികത നിൽക്കുന്നത്. അതിന് ജിംനേഷ്യം കൊണ്ടൊന്നും നടക്കത്തില്ല. നിത്യതയും ജിംനേഷ്യവുമായിട്ടൊരു ബന്ധമില്ല. ശ്വാസം വലിച്ചു വിടുന്നതും ശ്വാസം അകത്തോട്ട് കയറ്റുന്നതും ഒന്നും, അതൊക്കെ ഏകാഗ്രതയ്ക്കൊക്കെ. പക്ഷെ നിത്യതയുമായിട്ട് ഇതിന് ഒരു ബന്ധമില്ല. അപ്പം ആരും ആവശ്യമില്ലാത്ത ഒരു തെറ്റിദ്ധാരണ വേണ്ട. ഷുഗറോ പ്രഷറൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഇതുപോലെയുള്ള മെഡിക്കൽ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാം. അതൊരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റാണത്. അല്ല ആധ്യാത്മികമായിട്ട് അനുഭവം യാതൊരു ബന്ധവുമില്ല. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതുകൊണ്ട് ഈ ശാരീരികമായ സമീപനമൊക്കെ പാലിച്ച് പ്രാർത്ഥനയിൽ വളർന്ന് നിൽക്കുന്നുവെന്ന് വിചാരിക്കുന്നവൻ ഇങ്ങനെയുള്ള പ്രചരണങ്ങൾ കൊണ്ട് വീണു പോകരുത്. ആ പൗലോസപ്പോസ്തലൻ പറയണത് നിൽക്കുന്നുവെന്ന് വിചാരിക്കണം. ശ്രുതികട ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 10:7.
നിൽക്കുന്നുവെന്ന് വിചാരിക്കുന്നവൻ വീണു പോകാതിരിക്കട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന Corinthians 10:12 നിൽക്കുന്നു എന്ന് കരുതുന്നവൻ വീഴാതിരിക്കട്ടെ. ഇതുപോലെ നമ്മളെ വീഴ്ത്തി കളയുന്ന രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ ചില സമയത്ത് സാമൂഹ്യ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ ഇപ്പോഴ് പുറപ്പാടിൻ്റെ പുസ്തകമൊക്കെ വായിക്കുന്ന സമയത്തും ജനങ്ങൾ വിഗ്രഹത്തെ ആരാധിക്കുന്ന ഒരു സമയത്താണ് ഭക്ഷണത്തെക്കുറിച്ചും അതുപോലെ തന്നെ വ്യഭിചാരത്തെക്കുറിച്ചുമൊക്കെ വചനം പറയണത്. അവർക്ക് എന്ത് സംഭവം, അതായത് ഇതെല്ലാം അസ്ഥാനത്ത് ചെയ്താൽ. ഇപ്പോൾ പണ്ട് മനുഷ്യൻ എന്താണ്, സ്ലോ ഫുഡാണ് ഉണ്ടാക്കിയത് അല്ലേ? 2.5 മണിക്കൂറൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കാണാം. ഇന്ത്യൻ രീതിയല്ല, പാശ്ചാത്യ രീതി. 2.5 മണിക്കൂർ. അപ്പോൾ അമിതമായ പ്രാധാന്യമാണ് വന്നത്. 2.5 മണിക്കൂറൊക്കെ ഇരുന്ന് അത്താഴം കഴിക്കും മനുഷ്യൻ. ജീവിതത്തിൻ്റെ നല്ലൊരു ശതമാനം സമയമാണ്. അപ്പം അതിനെതിരെ ഒരു മുന്നേറ്റം വന്നപ്പോൾ ഫാസ്റ്റ് ഫുഡ് വന്നു. ഒന്നെങ്കിൽ ആശാൻ്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്താണ്. നമ്മുടെ ഇന്ത്യൻ രീതി കുറച്ചുകൂടി മെച്ചമാണ്. നമ്മൾ നമ്മുടെ രീതികളിൽ അഭിമാനിക്കണം. ഭക്ഷണത്തിന് അതിൻ്റെ പ്രാധാന്യമേ ഉള്ളൂ, ഓവറായിട്ടൊരു പ്രാധാന്യവും ഇല്ല. ഒരു 15-20 മിനിറ്റ്. കാരണം ഇതൊരു ആഘോഷമാണ്. ഇതിനു വേണ്ടി ജീവിക്കുന്നതായിട്ട് നമുക്ക് തോന്നത്തില്ല. ഇന്ത്യയിൽ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരുടെ രീതികൾ എടുക്കുന്ന സമയം കണ്ടു കഴിഞ്ഞാൽ ഇവർ തന്നെ സ്ലോ ഫുഡ് ഉണ്ടാക്കി, അവർ തന്നെ ഫാസ്റ്റ് ഫുഡ് ഉണ്ടാക്കി. ഇത് നമ്മളായിട്ട് ഇതിൻ്റെ ബന്ധമൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങൾ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ആരാധന Corinthians 10:7 അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധകരാകരുത്. തിന്നാനും കുടിക്കാനുമായി ജനം ഇരിക്കുകയും നൃത്തം ചെയ്യാനായി എഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് അവരെപ്പറ്റി എഴുതിയിരിക്കുന്നു. അവരിൽ ചില വ്യഭിചാരം ചെയ്ത പോലെ നമ്മളൊരിക്കലും വ്യഭിചാരം ചെയ്യരുത്. അവരിൽ 23,000 പേർ ഒറ്റ ദിവസം കൊണ്ട് നാശമടഞ്ഞു. അവർ ചില ചെയ്തതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. പ്രിയമുള്ളവരെ, ഇതൊക്കെ അസ്ഥാനത്തും അമിതമായി ഉപയോഗിക്കുമ്പോൾ പഴയ കാല ജനതകൾ പോലെ നമ്മൾ ജഡിക തുല്യരായിട്ട്
നമ്മളിപ്പോൾ കണ്ടില്ലേ 1 Corinthians 10:7 അതായത് തിന്നാനും കുടിക്കാനുമായി ഇരിക്കുന്നു, നൃത്തം ചെയ്യാൻ എഴുന്നേൽക്കുന്ന ജനം. ജീവിതത്തിന് വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല. അങ്ങനെ 23,000 പേരും പിന്നെ സർപ്പദംശനം ഏറ്റു മരിച്ചൊരു വേറെയും. അപ്പോൾ ഇതിനൊന്നും അമിതമായി ഇത് അതായത് നമ്മൾ ആ പത്രത്തിൻ്റെ ലേഖനം വായിക്കുമ്പോൾ നമുക്ക് തോന്നും എപ്പോൾ വേണമെങ്കിലും തിന്നാം, എപ്പോൾ വേണമെങ്കിലും കുടിക്കാം, നൃത്തം ചെയ്യാം, വ്യഭിചരിക്കാം, എന്തും ചെയ്യാമെന്ന് തോന്നും. ഇതെല്ലാം മാർപ്പാപ്പ പറഞ്ഞെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഇത് ക്ലാരിഫൈ ചെയ്യേണ്ട കാര്യം ഇതാണ്. അത് നമ്മളെല്ലാം ഇതെല്ലാം ഉപേക്ഷിച്ച് കളഞ്ഞവരാണ്. ദൈവത്തെ അറിയാത്ത വിജാതിയർ ചെയ്യുന്ന എല്ലാ പേക്കുത്തുകളെയും വിട്ടും വെച്ചിട്ടാണ് അന്നത്തെ കാലത്ത് ആദിമസഭ യേശുവിനെ വിശുദ്ധീകരിക്കുകയും നിത്യതയ്ക്ക് വേണ്ടി ശാരീരിക സമീപനത്തോടു കൂടി അവരെ പ്രാർത്ഥിച്ച് ഒരുങ്ങുകയും ചെയ്തത്. ആ ചൈതന്യം കളഞ്ഞ് അതിന് വിലയില്ലാണ്ടാക്കി തീർക്കുന്ന പല തരത്തിലുള്ള കളകൾ ഓരോരോ കാലത്തും ഇതുപോലെ വിതക്കപ്പെടുമ്പോൾ നമ്മൾ ഈ വിഷയത്തിൽ ജാഗ്രതയുള്ളവരാകണം. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് അനു. ഞാൻ പാതിരപ്പള്ളിയിൽ നിന്ന് വരുന്നു. ഞാൻ 2015 മുതൽ ഉടമ്പടി ജീവിതത്തിലാണ്. 19 തവണ ഉടമ്പടി പുതുക്കി അത് തുടർന്നു കൊണ്ടുപോകുന്നു. എനിക്ക് ഇത്രയും നീണ്ട കാലം ഈ ഉടമ്പടിയിലായിരിക്കുവാനായിട്ട് എനിക്ക് കൃപ നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങും. എനിക്ക് 2016 അമ്മ കനിഞ്ഞ് നൽകിയതാണ് സദേൺ റെയിൽവേയിൽ ട്രാക്ക് മെയിൻറ്റെയിനറായിട്ട് ഒരു ജോലി. എന്നാൽ ട്രിച്ചി ഡിവിഷനിൽ ഒരു 8 വർഷത്തോളം എനിക്ക് തുടർച്ചയായിട്ട് അവിടെ ജോലി ചെയ്യേണ്ടി വന്നു. ട്രിച്ചി ഡിവിഷനിൽ ഒരു പ്രത്യേകത, അവിടെ ഒരുപാട് ആൾക്കാർ കുറവാണ്. സ്ട്രെങ്ത് വളരെ കുറവായതുകൊണ്ട് ട്രാൻസ്ഫർ കിട്ടാനായിട്ട് യാതൊരു സാധ്യതയുമില്ല. എങ്കിലും എനിക്ക് 3 കുഞ്ഞുമക്കളും ഹസ്ബൻഡ്, പ്രായമായ അച്ഛനും അമ്മയും എല്ലാം ആയതുകൊണ്ട് ട്രാൻസ്ഫർ എനിക്ക് അത്യാവശ്യമായ ഒരു കാര്യമായിരുന്നു. ആ സാഹചര്യത്തിൽ ഞാൻ ഒരു 9 വർഷത്തോളം അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചു. ഉടമ്പടിയിൽ ഞാൻ നിരന്തരം അത് ഒരു നിയോഗമായിട്ട് വെച്ചിരുന്നു. അത് വേറെ നിയോഗങ്ങളുടെ കൂട്ടത്തിൽ ഇത് ഞാൻ വെച്ചു പോകും. എത്ര പ്രാവശ്യം പുതുക്കുന്നോ അപ്പോഴെല്ലാം ഞാൻ ഈ നിയോഗം വെച്ചു പോകും. അത്ര അത്യാവശ്യമായിരുന്നു എനിക്ക് ട്രാൻസ്ഫർ. പിന്നെ അത് എൻ്റെ ഉടമ്പടി സിൽവർ ഗ്രേയിലെത്തി. ആ സമയത്ത് ഉടമ്പടി ധ്യാനത്തിൽ എല്ലാ ഉടമ്പടി ധ്യാനവും ഞാൻ പല പ്രാവശ്യം കൂടും. അതിൽ അച്ഛൻ പറയുന്ന ഓരോ കാര്യങ്ങളും എനിക്ക് ആ ആഴ്ചയിൽ നടക്കുന്നതും അല്ലെങ്കിൽ ഞാൻ ജീവിക്കേണ്ടതുമായിട്ടുള്ള ധ്യാനമായിരിക്കും അതുപോലെ ഞാൻ പ്രാവർത്തികമാക്കാനായിട്ട് പരിശ്രമിക്കും. ഒരു സിൽവർ ഗ്രേയിലായി കഴിഞ്ഞാൽ എല്ലാ നമ്മുടെ നിയോഗങ്ങളും ദൈവ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കണം. അതിനുശേഷവും നമ്മുടെ ആവശ്യങ്ങളൊന്നും വെക്കരുത് എന്ന് ഒരു ധ്യാനത്തിൽ പറയുണ്ടായി. അതോടുകൂടി ഞാൻ എൻ്റെ ഈ ട്രാൻസ്ഫർ എൻ്റെ ഈശോയുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു. എന്നാലും എല്ലാ ഉടമ്പടി കാര്യങ്ങളും അതേപോലെ തന്നെ തുടർന്നു കൊണ്ടിരുന്നു. അങ്ങനെ എന്നാൽ അതിന് ശേഷമാണ് എൻ്റെ ട്രാൻസ്ഫറിൻ്റെ കാര്യത്തിലൊരു നീക്കുപോക്ക് വന്നത്. ഒരു മ്യൂച്വൽ ട്രാൻസ്ഫർ റെഡിയായി നാഗർകോവിലേക്ക് ഞാനത് സാക്ഷ്യം പറഞ്ഞതാണ്. അത് സാക്ഷ്യം പറഞ്ഞ് കഴിഞ്ഞ സെപ്റ്റംബർ 24 ഞാനത് സാക്ഷ്യം പറഞ്ഞ് നന്ദി പറഞ്ഞ് പോയതിൻ്റെ ഒരു ആഴ്ചയ്ക്കുള്ളിൽ തന്നെ എനിക്ക് എൻ്റെ സ്വന്തം ഇടവായ ആലപ്പുഴയിലേക്ക്
സെക്ഷൻ ട്രാൻസ്ഫർ ഓർഡർ വന്നു. അതിനുശേഷം ഒരു 6 മാസം കാത്തിരുന്നു. ഈ കഴിഞ്ഞ ബുധനാഴ്ച എനിക്ക് എൻ്റെ ആലപ്പുഴ സെക്ഷനിൽ വന്ന് ജോയിൻ ചെയ്യാനായിട്ട് ഇടവന്നു. ഇങ്ങനെ നീണ്ട 9 വർഷക്കാലമായിട്ടുള്ള എൻ്റെ ആഗ്രഹം അമ്മ മാതാവ് ഈശോ വഴി എനിക്ക് സാധിച്ചു തന്നു. അതിന് ഞാൻ ഒത്തിരി 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 സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. അതിന് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. ഓരോ തടസ്സം വരുമ്പോഴും ഇന്ന് ഞാൻ പോരുന്നതിൻ്റെ തലേ ദിവസം വരെയും എനിക്ക് പോരാൻ പറ്റില്ല എന്ന് തീർത്ത് പറഞ്ഞുകൊണ്ടിരുന്നു. അന്നേരം ഞാൻ ലൈറ്റ് ദ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന അതുപോലെ തന്നെ പിറ്റേ ദിവസം എനിക്ക് സാധിച്ചു തന്നതിനെ ഓർത്ത് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. വീണ്ടും ഞാൻ ഓരോ പ്രാവശ്യവും ഇതിന് വേണ്ടിയിട്ട് പോകുമ്പോൾ ഉടമ്പടി ഉപ്പ് ഞാൻ ഓരോ ഓഫീസിലും വിതറി പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയിരുന്നു. പിന്നെ ഉടമ്പടി കാശുരൂപം പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലും. ആ സമയത്ത് മാതാവിൻ്റെ കാശുരൂപം കയ്യിലിരുന്ന് തുടിക്കുക എന്ന ഓരോ അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അങ്ങനെ മാതാവ് തുടിക്കുന്ന സമയത്ത് അത് എനിക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനമായിട്ടും മാറിയ ഒത്തിരി സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ 3 മാസത്തിന് മുന്നായിട്ട് എൻ്റെ അപ്പച്ചന് ഒരു സർജറി വേണ്ടി വന്നു. കാതിൻ്റെ ചെവിയുടെ പുറകു വശത്തായിട്ട് ഒരു മുഴ വന്നു. അത് ഞങ്ങൾ കാണിച്ച് ടെസ്റ്റുകളെല്ലാം നടത്തി വന്നപ്പോഴത്തേക്കും അത് ക്യാൻസർ പോസിറ്റീവായിട്ടാണ് ബയോപ്സി റിസൾട്ട് അല്ല, കുത്തിയെടുത്തുള്ള റിസൾട്ട് വന്നത്. അങ്ങനെ ആ റിസൾട്ട് കാണിച്ച് ഞാനിവിടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ സൈത്ത് പൂശി പ്രാർത്ഥിച്ചു. അതിനുശേഷം സർജറി വളരെ വിജയകരമായിട്ട് നടന്നു. എന്തെന്ന് വെച്ചാൽ ആ മുഴ നിൽക്കുന്ന ഭാഗത്ത് നമ്മുടെ നെർവ്സ് എല്ലാം ഒരുപാട് ചുറ്റി കിടക്കുന്നതുകൊണ്ട് ഒത്തിരി കോംപ്ലിക്കേഷൻ പറഞ്ഞിരുന്നു ഡോക്ടർമാർ. ആവശ്യം തളർന്നു പോകാം, അല്ലെങ്കിൽ കാഴ്ചയിലും കേൾവിക്കും ഭക്ഷണം ഇറക്കുന്നതിനൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ടാകാം. അങ്ങനെ ഒരു നല്ല ഒരു റിസൾട്ട് പ്രതീക്ഷിക്കരുത് എന്ന് കരുതി തന്നെ വേണം നമ്മൾ ഓപ്പറേഷന് കയറാനെന്നാണ് പറഞ്ഞിരുന്നത്. അത് ഞങ്ങളുടെ ഉടമ്പടിയിൽ ഞാൻ ഒരു 6ാമത്തെ നിയോഗമായിട്ട് വെച്ചിരുന്നു. ആ പ്രാവശ്യം പുതുക്കിയപ്പോൾ അങ്ങനെ സർജറി വളരെ വിജയകരമായിട്ട് നടന്നു. ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ ഡോക്ടർമാർക്ക് തന്നെ അതിശയമായിരുന്നു. അത് പുറത്തെടുത്തപ്പോൾ അത് വലിയ വലിപ്പം ഒത്തിരിയുള്ള ഒരു മുഴയായിരുന്നു. അത് ബയോപ്സിക്ക് അയക്കുന്ന സമയത്ത് ഞാൻ അതിൽ ഉടമ്പടി തൈലം കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അത് ഞങ്ങൾക്ക് നെഗറ്റീവാക്കി തരണേ, ഇനിയൊരു ട്രീറ്റ്മെൻറ്റും ഇതിനായിട്ട് വേണ്ടി വരരുതേ അമ്മേ എന്ന് പ്രാർത്ഥിച്ചു കൊടുത്തു. അതിൻ്റെ റിസൾട്ട് പിന്നീട് അതിനെപ്പറ്റി ഒരു ആകുലതയും ഉണ്ടായില്ല. റിസൾട്ട് വരുന്ന അന്ന് പോലും ഞാനത് വിളിച്ച് ചോദിക്കുക ഒന്നും ചെയ്തില്ല. എനിക്കത് ഉറപ്പായിരുന്നു അമ്മ അത് സുഖപ്പെടുത്തുമെന്ന്. അതേപോലെ തന്നെ ആ റിസൾട്ട് അമ്മ നെഗറ്റീവാക്കി തന്നു. അമ്മയ്ക്ക് ഒരു കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഒരുപാട് ആത്മീയമായിട്ടുള്ള ഒരുപാട് കൃപകൾ അമ്മ നൽകിയിട്ടുണ്ട്. ഒത്തിരി ഒരുപാട് ഈ ഉടമ്പടിയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് ജോസഫ് അച്ഛൻ്റെ ധ്യാനത്തിൽ പറയുന്ന പോലെ തന്നെ നമുക്ക് ഒരുപാട് ടെസ്റ്റിംഗ് ടൈമുകളാണ്. എല്ലാ കാര്യത്തിലും ഒരുപാട് പ്രതിസന്ധികൾ വരും. പ്രത്യേകിച്ച് സാമ്പത്തിക വിഷയത്തിലൊക്കെ ഞങ്ങൾ ഒരുപാട് തളർന്ന് പോയ സാഹചര്യങ്ങളുണ്ട്. എന്നാൽ നമ്മളെ അറിയുന്നവരും നമ്മുടെ കൂടെ ഉള്ളവരും എല്ലാവരും വിഷമിക്കുന്ന ഈ സാഹചര്യം കണ്ടിട്ട്, എന്നാൽ എനിക്കോ എൻ്റെ ഹസ്ബൻഡിനോ ഒരു പതർച്ചയോ തളർച്ചയോ ഉണ്ടാകാത്ത രീതിയിൽ എത്ര പ്രതിസന്ധിയിലും ഇത് ഇത്രയ്ക്കും മനക്കരുത്ത് നൽകുന്ന അമ്മയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയാൻ വാക്കുകളില്ല. അതിന് മാത്രം കണ്ടു നിൽക്കുന്നവർക്കെല്ലാം ഒത്തിരി സങ്കടമാണ് നമ്മുടെ ഈ പ്രശ്നങ്ങൾ കാണുമ്പോൾ. എന്നാൽ ഞങ്ങളെ അത് ഒരു വിധത്തിലും ബാധിക്കാത്ത രീതിയിൽ പൊതിഞ്ഞു പിടിച്ച്
നല്ല മനോധൈര്യത്തോടു കൂടി കൊണ്ടുപോകുന്നു. അതുകൂടാണ്ട് ഒരുപാട് പ്രാർത്ഥനയിൽ മുന്നേറാനായിട്ട് സാധിച്ചു. പ്രേക്ഷിത പ്രവർത്തനം ഏത് സാഹചര്യത്തിലും പ്രേക്ഷിത പ്രവർത്തനത്തിൽ മുന്നോട്ട് പോകണമെന്ന് അതാണ് എൻ്റെ ഏറ്റവും വലിയ നിയോഗം. ഞാൻ എല്ലാ ആഴ്ചയിലും പത്രം വാങ്ങിച്ച്, തമിഴ് പത്രം വാങ്ങിച്ച് ട്രെയിനിൽ, ബസ് സ്റ്റോപ്പിൽ, എല്ലാ സ്ഥലത്തും പോയി ഞാൻ പത്രം വിതരണം ചെയ്ത് പ്രേക്ഷിത പ്രവർത്തനം ശക്തമായിട്ട് കൊണ്ടുപോകും. അതുകൂടാണ്ട് കാരുണ്യ പ്രവർത്തികൾ ഞാൻ പ്രായമായ അമ്മമാരെ, എനിക്ക് താമസിക്കുന്ന സ്ഥലത്ത് ഒരുപാട് പ്രായമായിട്ടുള്ള അമ്മമാരെ എല്ലാം കാണാനും അവരോട് സംസാരിക്കാനും, പ്രത്യേകിച്ച് എൻ്റെ വീടിനോട് ചേർന്നുള്ളൊരിവിടെ 97 വയസ്സുള്ള ഒരമ്മയുണ്ടായിരുന്നു. അമ്മയ്ക്ക് സംസാരിക്കാനും കൂടെ പ്രാർത്ഥിക്കാനുമാണ് ഒരാൾ വേണ്ടിയിരുന്നത്. ഞാൻ ഒരു കൊച്ചുമോളെ പോലെ അമ്മയുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത്, ഭക്ഷണം വരെ പാകം ചെയ്തു കൊടുത്ത് അമ്മയുടെ കൂടെ പ്രാർത്ഥിക്കുകയും അവരോട് കൂടെ സംസാരിച്ച് എനിക്ക് കിട്ടുന്ന സമയമെല്ലാം ചെലവഴിച്ച് പല കുടുംബങ്ങളിലും കയറി ഇറങ്ങി അവരുടെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് മാതാവിനെ അവർക്ക് പരിചയപ്പെടുത്തി. കൂടുതലും പ്രൊട്ടസ്റ്റൻറ്റും CSIക്കാരും ഉള്ളൊരു സ്ഥലത്താണ് ഞാൻ താമസിച്ചിരുന്നത്. അവർക്കെല്ലാം മാതാവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് ഉടമ്പടി പത്രം കൊടുത്ത് ഉടമ്പടിയിലേക്ക് ക്ഷണിക്കുകയാണ് ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ. അമ്മ മാതാവും ഈശോയിലൂടെ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. I thank Kribasnam Mother Mary for her intercession in allowing me to be a witness to her apparition. My name is Catherine Anthony. I'm coming from Kottayam. I had first come to Kribasnam on June 29th, 2024. I took the Udambadi on August 17th, 2024. I apologize to Kribasnam Mother Mary and everyone here at Kribasnam because I had believed all the fake news of Kribasnam, and that is why I was hesitant to come here in the first place. But one of the sisters in my church had encouraged me to go, so to come here because she felt that Mother Mary was telling her to tell me to come here. So I thank Sister Marina for being an instrument in allowing me to come here and be a witness to her apparition. I'm a dentist and I had worked for a few years here in Kottayam, and I was born and brought up in Abu Dhabi, and I came to Kerala, Kottayam in 2018. And I had suffered from depression for several years from 2018. And because of that, this was one of the reasons I had to quit my last job. The depression was so severe that I would be bedridden. I wouldn't be able to do any work in the house. I would be sad all the time. I would be crying. If I had to explain it to you, it was like there was always a rock in my chest. So it was like I was carrying a rock in my chest for 6 years continuously. It would transform into physical illness like severe cough, fatigue, anemia, stomach pain, headache. So all these physical illness, the root cause was because of my depression. In December 2024, I was cured from it completely. And I started following all the conditions of the Kribasnam covenant. I started attending Mass daily. I prayed the Bible every day for half an hour. We had family prayers every day. I became more spiritually closer to God. In the past, I would be more concerned of worldly desires, things that matter to man, and whereas now I became more, I started asking for more desires of the Holy Spirit, and I started experiencing a peace in my life which I had never experienced before. So I thank Kribasnam Mother Mary for healing me. So I would use the blessed salt, the blessed honey and the oil. Every day morning at 5:30 I would say the prayer
And I would first start by placing the oil on my forehead and then say the prayer. Same with the evening prayer as well. I would put the oil on my forehead and then only I would say the prayer. Even though it's like a repetitive prayer that I'm saying every day, each and every day there is a Holy Spirit touches me every time I say it. So it's not like I'm just saying it for the sake of saying it, but I can really feel a connection to the Holy Spirit and to God when I say the prayer every day. The second intention was my mother had suffered from chikungunya. So she was bedridden for several weeks. We had gone to the doctor and the medications they had just made her worse. So her joints were swollen. It looked like she was going to die because that was the situation she was in. But with all her difficulty, we were able to come here to Kribasanam with my mother, and gradually she started getting better. Her faith also improved, and she's now better, and she's able to work and do things in the house like before. In terms of the acts of mercy, we would donate clothes and food, as well as money to people in the hospital, to the orphanages and the old age homes. And I would distribute the Kribasanam newspaper to people in the hospital. And so these are the acts of mercy that I've done. I thank Kribasanam Mother Mary once again for her intercession, for allowing me to be a witness, and I thank Jesus and I praise Jesus. Thank you.